ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പ് ഫലം സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ജനുവരി 30-ന് പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ഫലം കോടതി റദ്ദാക്കുകയും AAPയുടെയും കോൺഗ്രസിന്റെയും പൊതു സ്ഥാനാർത്ഥി കുൽദീപ് കുമാറിനെ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കുൽദീപ് കുമാറിന് ലഭിച്ച 8 വോട്ടുകൾ തെറ്റായി അസാധുവായി പ്രഖ്യാപിക്കുകയായിരുന്നുവെന്ന് കോടതി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രിസൈഡിംഗ് ഓഫീസറായിരുന്ന അനിൽ മസികിന്റെ പെരുമാറ്റത്തിന് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നോട്ടീസ് അയച്ചിട്ടുണ്ട്. നേരിട്ട് ഹാജരായ മസികും കോടതിയിൽ തെറ്റായ പരാമർശങ്ങൾ നടത്തിയതായി ജഡ്ജിമാർ പറഞ്ഞു. അനിൽ മസികിന്റെ പെരുമാറ്റം സംശയാസ്പദമാണെന്ന് സുപ്രീം കോടതി വിലയിരുത്തി. ജനുവരി 30-ന് നടന്ന ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ 36 വോട്ടുകൾ രേഖപ്പെടുത്തി. അതിൽ 8 എണ്ണം അസാധുവായി പ്രിസൈഡിംഗ് ഓഫീസർ പ്രഖ്യാപിച്ചു. ബാക്കിയുള്ള 28 വോട്ടുകളിൽ കുൽദീപ് കുമാറിന് 12 വോട്ടും BJP സ്ഥാനാർത്ഥി മനോജ് കുമാറിന് 16 വോട്ടും ലഭിച്ചു. ഇതിന് പിന്നാലെയാണ് മനോജ് കുമാറിനെ വിജയിയായി പ്രഖ്യാപിച്ചത്. ഫെബ്രുവരി 5-ന് കേസ് പരിഗണിക്കുമ്പോൾ വോട്ടെണ്ണലിന്റെ വീഡിയോ ജഡ്ജിമാർ കാണുകയും പ്രിസൈഡിംഗ് ഓഫീസർ ചില ബാലറ്റ് പേപ്പറുകൾ അടയാളപ്പെടുത്തുകയും ക്യാമറയിലേക്ക് ആവർത്തിച്ചു നോക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തി. ഇയാളുടെ പെരുമാറ്റം സംശയാസ്പദമാണെന്ന് പരിഗണിച്ച് ഫെബ്രുവരി 19-ന് നേരിട്ട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെടുകയായിരുന്നു. എല്ലാ രേഖകളും സുപ്രീം കോടതി പരിശോധിച്ചു. കൗൺസിലർ തുടർച്ചയായി ബഹളം വച്ചതിനാലാണ് താൻ ക്യാമറയിൽ നോക്കിയതെന്ന് ഫെബ്രുവരി 19-ന് സുപ്രീം കോടതിയിൽ ഹാജരായ അനിൽ മസിക് പറഞ്ഞു. 8 ബാലറ്റ് പേപ്പറുകൾ അസാധുവായി അദ്ദേഹം അടയാളപ്പെടുത്തി. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ സമർപ്പിച്ച വോട്ടെണ്ണൽ രേഖകൾ ഹാജരാക്കി അടുത്ത ദിവസം തന്നെ വാദം കേൾക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെടുകയായിരുന്നു. ഫെബ്രുവരി 20-ന് നടന്ന ഹിയറിംഗിൽ കോടതി മുഴുവൻ രേഖകളും പരിശോധിച്ചു. അസാധുവായി പ്രഖ്യാപിച്ച 8 ബാലറ്റ് പേപ്പറുകൾ പരിശോധിച്ചപ്പോൾ അവ അസാധുവല്ലെന്ന് ജഡ്ജിമാർ കണ്ടെത്തി. ആ ബാലറ്റ് പേപ്പറുകളിലെല്ലാം കുൽദീപ് കുമാറിനാണ് വോട്ട് ലഭിച്ചിരിക്കുന്നത്. ബാലറ്റ് പേപ്പറുകൾ തെറ്റായി മടക്കിയെന്നാണ് അനിൽ മസികിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി വാദിച്ചത്. എന്നാൽ ഈ മറുപടിയോട് ജഡ്ജി യോജിച്ചില്ല. വാദത്തിനിടെ സുപ്രീം കോടതി വീണ്ടും വോട്ടെണ്ണാൻ ഉത്തരവിടുമെന്ന് തോന്നിയെങ്കിലും കോടതി നേരിട്ട് ഫലം മാറ്റി പ്രഖ്യാപിക്കുകയായിരുന്നു. നീതിയുടെ താൽപര്യം മുൻനിർത്തിയാണ് കുൽദീപ് കുമാറിനെ വിജയിയായി പ്രഖ്യാപിക്കുന്നതെന്ന് വിധി പറയുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. കൂടാതെ കോടതിയിൽ തെറ്റായ പരാമർശങ്ങൾ നടത്തിയതിന് CRPC സെക്ഷൻ 340 പ്രകാരം അനിൽ മസികിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്കകം അനിൽ മസിക് സുപ്രീം കോടതിയിൽ ഹാജരാകണം. മസികിന്റെ വിശദീകരണത്തിൽ ജഡ്ജി തൃപ്തരല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ ചെയ്യാൻ ഉത്തരവിടും. IPC സെക്ഷൻ 193 പ്രകാരം മസികിനെതിരെ വിചാരണ ചെയ്യാം. ഇത് പരമാവധി 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഏതായാലും ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ അസാധാരണ വിധിയാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. ജനാധിപത്യത്തെ വെല്ലുവിളിച്ച BJPക്ക് തലക്കടിയേറ്റ രീതിയിലുള്ള മറുപടിയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്.